ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ അംബേ ജഗദംബേ 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 അംബേ ജഗദംബേ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പാലാഴി മദന സമയത്ത് ശിവൻ കാളകുട വിഷം കഴിച്ചതായിട്ട് പറയുന്നുണ്ടല്ലോ. പല പല സുഖവസ്തുക്കളും പൊങ്ങി വന്നു. ഓരോരുത്തരും ആഗ്രഹം കൊണ്ട് എല്ലാം വലിച്ച് എനിക്ക് വേണമെന്ന് എടുത്ത് കാളകൂട വിഷം പൊങ്ങി വന്നപ്പോൾ അതിനെടുക്കാൻ ആരുമില്ല. ശിവൻ മാത്രമാണ് അത് ലോകത്തിൽ വീണാൽ ലോകം മുഴുവൻ നശിക്കും. അപ്പം അങ്ങനെ നശിക്കാൻ പാടില്ല, താൻ നശിച്ചാൽ ഒന്നുമില്ല എന്ന് വെച്ച് ആ വിഷം താൻ തന്നെ എടുത്ത് കഴിക്കുകയാണ്. അത് കഴിച്ചപ്പം പാർവതി കഴുത്ത് ഞെക്കി പിടിച്ചെന്ന് കീഴ്ട്ട് പോകാതിരിക്കാൻ. ഒരു ഭാഗക്കാർ വായും പൊത്തിയെന്നാണ് ഛർദ്ദിച്ച് പുറത്തോട്ട് വീഴാതിരിക്കാൻ. രണ്ട് തത്വമുണ്ട് എന്ന് വെച്ചാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നല്ല കാര്യത്തിന് സാഹചര്യം ഉണ്ടാക്കത്തുള്ളു. നല്ലൊരു ഭാര്യയാണെങ്കിൽ അകത്തേക്ക് കഷ്ടം വരുന്ന കാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെ ഒരു തത്വമുണ്ട്. അപ്പോൾ ലോകത്തോട്ട് വീണാൽ അത് ലോകത്തിന് അപകടമാണ്. പിന്നെ ഉള്ളോട്ട് പോയ ശിവന് അപകടമുണ്ടാകും. അതിൻ്റെ ഫലമായി അത് നീലിച്ചു. അപ്പം നീല സ്നേഹത്തിനൊരു തത്വമാണ്. അങ്ങനെ ഒരു തത്വമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നീലകണ്ഠൻ എന്ന് ഭഗവാന് പേര് വരുന്നത്. ത്യാഗമാണ് ശിവൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിൽ എന്താ കാണുന്നത്? വടക്കേ വീട്ടുകാരൻ കൃഷിക്കാരനാണ്, ഈ തെക്കേ വീട്ടുകാരൻ ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന് പണത്തിന് ആവശ്യം വന്നപ്പോൾ ഈ കൃഷിക്കാരൻ കിണർ ആവശ്യമുണ്ടായിരുന്നു. ബിസിനസ്സുകാരൻ കൃഷിക്കാരന് കിണർ വിറ്റു, ആ സ്ഥലവും വിറ്റു. അപ്പോൾ കൃഷിക്കാരൻ മേടിച്ചു. പക്ഷേ ഈ ബിസിനസ്സുകാരന് വെള്ളം വേണമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞ്, നിനക്ക് കിണറേ വിറ്റുള്ള വെള്ളം എൻ്റെതാണ്, അതുകൊണ്ട് ഈ വെള്ളം കോരിയെടുക്കുമെന്ന് പറഞ്ഞു കൃഷിക്കാരനോട്. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കിണർ എനിക്ക് വിറ്റല്ലോ, അപ്പോൾ എൻ്റെ കിണറ്റിനകത്താണല്ലോ ഈ വെള്ളം കിടക്കുന്നത്. വെള്ളം നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളെനിക്ക് പൈസ തരണം, അതിൻ്റെ വാടക തരണം. ഞാൻ എൻ്റെ കിണറ്റിലെ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുകാരന് വെള്ളം എടുക്കണ പൈസ കൊടുക്കണമല്ലോ. തിരിച്ച് കൃഷിക്കാരനെ കൊണ്ടും ഈ ബിസിനസ്സുകാരൻ വെള്ളം എടുപ്പിച്ചില്ല. കാരണം എൻ്റെ വെള്ളമല്ലേ, നീ പറഞ്ഞ് എന്നോട് വാടക തരണമെന്ന് നിൻ്റെ കിണറ്റിലെ, നീ വെള്ളം എടുക്കണ്ട. അപ്പോൾ രണ്ടുപേർക്ക് വെള്ളം കോരാൻ പറ്റിയില്ല. കൃഷിക്കാരന് വെള്ളം എടുക്കാൻ പറ്റിയില്ല, ബിസിനസ്സുകാരന് വെള്ളം കോരാൻ പറ്റിയില്ല. അപ്പോൾ കൃഷിക്കാരന് കൃഷി നശിച്ച് ബിസിനസ്സുകാരന് വെള്ളം കിട്ടാൻ കഷ്ടമായി. രണ്ടുപേരും ഘട്ടത്തില്ല. ഇതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പോക്കാണ് നമ്മുടെ ലോകം പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മാതൃക നമുക്ക് കിട്ടാനില്ല. ഇപ്പം എല്ലാം കച്ചവട മനോഭാവമാണല്ലോ. വലിയൊരു തൊട്ട് കൊച്ചുകൂട്ടി കുട്ടികളെ വരെ ആ ഒരു ഭാവമാണ്. ഇങ്ങനെയാണ് പലരുടെയും മനോഭാവം. സ്വാർത്ഥവർത്തിക്കും തോറും നമുക്ക് മറ്റുള്ളവർക്ക് ഒരേപോലെ നഷ്ടം സംഭവിക്കുക. മറിച്ച് ത്യാഗം ഉദാരതയുമാണ് സ്വീകരിക്കുന്നതെങ്കിൽ
തനിക്ക് മറ്റുള്ളവർക്ക് ഒരേപോലെ ക്ഷേമമുണ്ടാകും. പണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകണമെങ്കിലും ഒരു ഭസ്മം എടുക്കണേ, ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒരു നെയ്തി എടുക്കണേ, നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും മാമനോ മാമിയോ എന്ന് പൈസ സൂക്ഷിച്ച് വയ്ക്കും. മിഠായിയുടെ ഉപരിയായിട്ട് ഇത് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാം. എന്നിട്ട് അമ്പലത്തിൽ പോയി ഇട്ടിട്ട് എവിടെ നിന്ന് ഇച്ചിരി ഭസ്മചന്ദ്രൻ എടുക്കുള്ളൂ, അല്ല നമ്മൾ കൈ എടുക്കുകയില്ല. കാരണം കൊടുക്കൽ വാങ്ങലാണ്. ക്ഷേത്രത്തിൽ നമ്മൾ ഒരു പാത്രം പഴം കൊണ്ട് ചെല്ലുമ്പോൾ ഒരു പഴം ഒരുങ്ങിയിട്ട് അമ്പലത്തിൽ കൊടുക്കൽ വാങ്ങൽ. നമ്മുടെയൊക്കെ അമ്മ ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിൽ കുറയരുത്. നെല്ല് കൃഷി കൊയ്തുകൊണ്ട് വന്ന് ചുറ്റുപാട് 5-6 വീടുകളുണ്ടാകും. അപ്പം നെല്ല് കൊടുക്കും. ചിലപ്പം 5 ഇടം കഴിയെ 3 ഇടം കഴി കൊടുക്കും. 5 കിലോ 3 കിലോ ഒക്കെ നെല്ല് ചുറ്റുപാടുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അവർ വരുമ്പം ചിലപ്പോൾ ഒന്നും വെച്ചില്ല, കുറച്ച് നെല്ല് തന്നെ കൊണ്ടുവരും. അവർ കൊട്ട കൊണ്ടുവരും. അപ്പം നമ്മൾ കൊടുക്കുമ്പം നമ്മളോട് പറയുന്നത് ഇങ്ങനെ തൂറ്റി നിറയ്ക്കണം. നിറച്ചിട്ട് അവരുടെ കാലപാത്രത്തിൽ, അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇച്ചിരി ഞുള്ളി അവരുടെ കാലപാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഈ നാഴി അങ്ങോട്ടിട്ട് കൊടുക്കണം. കൊടുക്കുന്നതിൽ കുറയരുത്. ഇന്നിപ്പോൾ ആ നാഴിക്കകത്ത് കുറേ പേപ്പർ കുത്തി തിരുമ്മി കയറ്റി അതിൻ്റെ പുറത്ത് അളക്കുവാണുള്ളൂ. അല്ലെങ്കിൽ തൂക്കി വയ്ക്കുകയാണെങ്കിൽ ആ അരിക്കകത്ത് കുറച്ച് കല്ലും പാറയും എടുത്തിട്ട് ഭാരം കൂടാൻ. ജീവിതം കൊടുക്കൽ വാങ്ങലാണ് ഇന്ന് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ല. ഓരോന്ന് നോക്കുമ്പോഴും അങ്ങനെ ആ ഒരു പ്രകൃതി നോക്കുമ്പോൾ പരസ്പര സഹായമാണല്ലോ. പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന വൃക്ഷം നടുമ്പോൾ ആ വൃക്ഷം നമ്മളെ സഹായിക്കുന്നു ഉപരിയായിട്ട്. അപ്പം അങ്ങനെയുള്ളതാണ്. മനുഷ്യൻ മാത്രമാണ് ഈ നശിപ്പിച്ച് അവനെ നിന്ന് ചൂഷണം ഇങ്ങോട്ട് ചെയ്യുക, ഇവനെ നിന്ന് ചൂഷണം അങ്ങോട്ട് ചെയ്യുക. അങ്ങനെയുള്ള മനസ്സ് നമ്മളെ പഠിച്ചിരിക്കും. ഒരു ചായക്കട എല്ലായിടും അങ്ങനെ ഒന്നല്ല. ഇത്രയും തേയിലയിടണം, തേയില കുറച്ചു, ഇത്രയും പഞ്ചസാര ചായക്ക് വേണം, പഞ്ചസാര കുറച്ച്, പാൽ ഇത്രയും വേണം, അതിത്ര കുറച്ച്, വെള്ളം ഇത്രയും വേണം, അതിത്ര കുറച്ച്. അപ്പോൾ എപ്പോഴും ചിന്ത അത്രയും കൊടുക്കണോ എന്നുള്ള. അപ്പോൾ കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് പലരുടെയും മനോഭാവം. സ്വാർത്ഥവർത്തിക്കും തോറും നമുക്ക് മറ്റുള്ളവർക്ക് ഒരേപോലെ നഷ്ടം സംഭവിക്കുക. Hallelujah.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. A close observation of life and the countless experiences it brings to us will reveal that life is more mysterious than logical. What about the current COVID pandemic situation? It's just another mystery which suddenly appeared in front of humanity. Suddenly appeared. Medical science and scientists may give us intellectually convincing explanations, but the reality of this situation is not fully within our grasp. Amma says you cannot fully avoid or avert certain situations in life. Whatever it is, one will have to experience some degree of one's prarabdha karma. However, the Guru's grace will minimize the effect and intensity of it. So, dear brothers and sisters, when Amma tells us, Amma is with you, it's not just 4 words. She really means it. Even in our darkest hours, when we are completely consumed with fear, we need to hold on to the faith that Amma is with me. She is always going to carry me through. This faith itself is enough to lessen so much of our burden, but it has to be real faith. Everything can go wrong in life, but if we have the spiritual strength and understanding to hold on to our faith in God, in Guru, the power that sustains the universe, Amma is the embodiment of that power. While putting forth necessary effort, help must come. The effort we make during such challenging situations may be small and minimal. Even so, the return, the reward will be astounding. And that's why Amma says the interest rates in God's bank are too high, perhaps unlimited. ഈശ്വരന്റെ ബാങ്കിലെ പലിശ അനന്തമാണ്, ഒരു രക്ഷയില്ല. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. Krishna tells Arjuna, in this endeavor, there is no loss or adverse result, and even a little effort saves one from even the greatest of all dangers. A little effort.
And that's why Amma says, one step towards God, God will take 100 steps towards us. One step towards Amma, she will take 100 steps towards us. So my dear brothers and sisters, don't take it lightly. Don't take it lightly when Amma tells us Amma is with you. It is an assurance. Amma's assurance that she is always with us can help develop the spiritual strength to change our inner world. Just as when we use a vessel for carrying water, when we use a vessel to carry water, we give a name to the vessel, right? Vellam Koirunna Patram. It has a different name, correct? The vessel that we carry water. That's how we refer to that vessel. Don't we do that during Amma's pujas? In the West, we have that vase. What do you call it? The puja vase. The puja vessel. Suppose we convert that vessel to boil milk. Now the name changes, right? Paalu thalappikkunna paatram. Now the name changes. And the same vessel is converted into depositing food, leftover food. We call it a trash bin. Correct? And the vessel becomes puja patram when we use it for worshipping God. The vessel, we keep flowers while performing the worship. That's the name for the vessel from now on. Likewise, Amma's whole effort is to train and help us change the subject, the inside, the content, our perspective, so that the object, the world, everything that we behold undergoes a transformation. She helps us open our eyes to transcend the mind, and that's when we start looking inward, thereby attaining a greater dimension of life, where spontaneity, purity, and divinity becomes the central point. In one of her recent messages, Amma said, let us befriend Dhairya Lakshmi. Right? You heard that message, right? Let us befriend Dhairya Lakshmi, the goddess of courage, as we face this difficult time together. And did anyone look deep into that word, Dhairya Lakshmi? Oh, maybe Amma said I should have courage. Okay, I will have courage. But from a spiritual perspective, Dhairya, courage, implies self-confidence, determination, faith, and love. Kaschit dhira pratyagatmanamaikṣat. Kerudile. Kathopanishad. Kaschit dhira. Dhira. You hear that word, right? Courage. Dhira. Pratyagatmanamaikṣat. A rare, discriminative person discovers the Atman, the self. And we have a bhajan. Kadinnu kadai, manasin manasai, kanninnu kannai, vilasunnoramme, suryan jolikya, swayam chandrataram, amme nin tejasil, എല്ലാം ജ്വലിക്കും ധീരൻ ഓരാളി വിവേകാത്മബോധാൽ പരന്തത്വ വിശ്രാന്തി മാർഗം ഗമിക്കും. So let us pray to Amma to be courageous, to have determination, faith, love, as she guides us from this darkness to the pure light of love, joy, and harmony.